വവ്വാലിനെ വഴിതിരിച്ചു വിട്ടാലോ? അടുത്ത കാലത്തായി വവ്വാൽ നമുക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിയും. മുൻപൊക്കെ വല്ലപ്പോഴും മാത്രം കാണാറുള്ള വവ്വാൽ ഇപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ പലരുടെയും ടെറസ് വീടുകളിലെ കാർപോർച്ചിലും സിറ്റ് ഔട്ടിലും രാത്രികാലങ്ങളിൽ തൂങ്ങിക്കിടന്ന് കാഷ്ടിച്ച് സ്ഥലം വൃത്തികേടാക്കി സുപ്രഭാതം പലതരത്തിൽ വരച്ചും വെച്ച് എക്സ്ട്രാ പണികളൊക്കെ വീട്ടുകാർക്ക് തന്നും കൊണ്ട് പറന്നു കളിക്കുന്നു. ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ ചില ശാസ്ത്രവശങ്ങളൊക്കെ വവ്വാലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് അതിൻ്റെ കാലുകളിലാണ്. അപ്പോൾ അതിൻ്റെ വായി വരുന്നത് താഴോട്ടാണ്. കഴിക്കുന്നവ മുഴുവനും ദഹിക്കാറില്ല. അതിനാൽ പകുതി തിന്നു തീർത്ത തവള പോലുള്ള ജീവികളും വിസർജ്യത്തിലൂടെ പുറത്തേക്ക് വരും. ഇടയ്ക്കിടെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ തൂങ്ങിക്കിടന്നും കൊണ്ട് തന്നെ വട്ടത്തിൽ കറങ്ങുകയും ചെയ്യും. കാറിനും മീതെയും പരിസരത്തെ ചുമരിലേക്കും ഒക്കെ വൃത്തികേടാക്കി പറന്നു പോവുകയും ചെയ്യും. വവ്വാലിന് കാഴ്ചയില്ല, എന്നാൽ അത് പരിസരം അറിയുന്നത് റഡാറിന്റെ പ്രവർത്തനം പോലെയാണ്. ലേസർ വേവ്സ് പോലെ ഒന്ന് ഓബ്ജക്റ്റിലേക്ക് അയക്കും. അത് തിരിച്ചെത്തുമ്പോൾ ഓബ്ജക്റ്റിന്റെ ദൂരവും ഓബ്ജക്റ്റിന്റെ രൂപവും അതിന്റെ തലച്ചോറിൽ കിട്ടും. ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഒരു അലുമിനിയം ഹാങ്കർ എടുക്കുക. പിന്നെ ഏകദേശം 3 അടി നീളം വരുന്ന ഒരു പ്ലാസ്റ്റിക് പൈപ്പ് എടുക്കുക. ഇതിൽ ഈ അലുമിനിയം ഹാങ്കറിനെ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് നിർത്തുക. അലുമിനിയം ഹാങ്കർ തന്നെ ആണ് ശരിക്കും വേണ്ടത്. കാരണം നമ്മളിത് തൂക്കാൻ പോകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള ഹാങ്കറുകളാകുമ്പോൾ അതിന് ആ ഒരു ഇതാക്കാൻ പറ്റില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ഹുക്കിലൊക്കെ ഉറപ്പിക്കാൻ പറ്റും. ഇത് ഹുക്കിൽ ഉറപ്പിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറുകളാണ്. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും വളരെ നൈസായിട്ടുള്ളതും വേണം. അത് അരങ്ങിന് വെട്ടുന്നത് പോലെ വെട്ടുക. പ്ലാസ്റ്റിക് കവറ് പല കളേഴ്സിലായിരുന്നാൽ വളരെ നന്നായി. കാരണം നമുക്കിത് ഫിക്സ് ചെയ്യേണ്ടത് പോർച്ചിലൊക്കെയാണ്. അതൊരു ഭംഗിയിലിരുന്നോട്ടെ. കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്ത് ഇരിക്കുന്നത് നന്നായിരിക്കും. ഇതിലുറപ്പിക്കുക. സെല്ലോ ടേപ്പ് വെച്ചാകുമ്പോൾ വളരെ ഈസിയായി. ഇതിനധികം സമയം മെനക്കെടുമൊന്നുമില്ല.
ഭംഗിക്ക് വേണ്ടിയതാണ് പല കളേഴ്സ് ആക്കിയത് കേട്ടാ. നമുക്ക് ഇത് വവ്വാല് വരാൻ സാധ്യതയുള്ള പോർച്ചില് ഹുക്കില് തൂക്കിയിട്ടാൽ മാത്രം മതിയോ. വവ്വാൽ വരുമ്പോൾ അതിൻ്റെ തന്നെ ചിറക് കൊണ്ടുള്ള ചലനത്തിൽ നിന്ന് വരുന്ന കാറ്റ് അരങ്ങിൽ കൊണ്ട് വവ്വാലിനെ ഓബ്ജക്റ്റിനെ തിരിച്ചറിയാൻ കഴിയാതെ ഭയപ്പെട്ട് സ്ഥലം വിടും. കാരണം എല്ലായ്പ്പോഴും ഒരേ രീതിയിലല്ല അരങ്ങ് പ്രവർത്തിക്കുക. പൂച്ചകളെ തുരത്തുന്നതിനും ഒരു ഫലപ്രദമായ രീതിയുണ്ട്. നീല നിറച്ച കുപ്പി വയ്ക്കുന്നതല്ലാട്ടാ. അടുത്തതിൽ പറയാം. കമൻസിലൂടെ നിങ്ങൾക്കും അറിയിക്കാം.